1985 മുതൽ 39 വർഷം തുടർച്ചയായി എതിരാളികളില്ലാതെ ഇന്ത്യൻ കാർ മാർക്കറ്റിലെ ചക്രവർത്തിയായ മാരുതി. ആ തലപ്പൊക്കത്തിൽ മാരുതിയെ നിലനിർത്തിയിരുന്നതിൽ മാരുതി 800-ന് വലിയ റോളുണ്ടായിരുന്നു. പിന്നീട് 2005 മുതൽ ഓൾട്ടോ, സ്വിഫ്റ്റ്, ഡിസയർ, വാഗണാർ അങ്ങനെ 800-ന് അനിയന്മാരായി വന്നവരെല്ലാം നാടുവാണു തന്നെയാണ് നിന്നത്. എന്തായിരുന്നു മാരുതിയെ കുടുംബാംഗത്തെ പോലെ സ്നേഹിക്കാനും ലാളിക്കാനും ഇന്ത്യക്കാരനെ പ്രേരിപ്പിച്ചത്? കോസ്റ്റ്, വില തന്നെ. പിന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് തുക, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, ഗ്രാമാന്തരങ്ങളിലും ലഭിക്കുന്ന സർവീസ് സപ്പോർട്ട്, ഒരു സാധാ മെക്കാനിക്കിന് പോലും മനസ്സിലാകുന്ന ഓട്ടോ ടെക്നോളജി. ഒരു കാറ് വേണമെന്ന ഇടത്തരക്കാരൻ്റെ മോഹം ഒസാമുവിന് മനസ്സിലായത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഒരു കർഷകൻ്റെ മകനായി ജനിച്ച ആളാണ്. ഇല്ലായ്മയിലും പരിമിതിയിലുമാണ് വളർന്നത്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് തന്നെ രാത്രി കാവൽക്കാരൻ്റെ ജോലി ചെയ്ത് കണ്ടെത്തിയ പൈസ കൊണ്ടാണ്.